മൂന്ന് ഗുണങ്ങൾ. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹു ആ കൽപ്പിച്ച പ്രകാരം അള്ളാഹുവിലേക്ക് വിളിക്കുന്നവൻ, അള്ളാഹുവിലേക്ക് വിളിക്കാൻ അള്ളാഹുവിന്റെ വഴിയിലേക്ക് വിളിക്കുന്നവൻ. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, പടച്ചവൻ കൽപ്പിച്ചതുപോലെ, പടച്ചവന്റെ കൽപ്പന അനുസരിച്ച്, എനിക്ക് തോന്നിയതുപോലെയല്ല, എങ്ങനെ വിളിക്കാനാണോ അള്ളാഹു പറഞ്ഞത് അങ്ങനെ, എനിക്ക് തോന്നിയതുപോലെ ഞാൻ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ തോന്നിയതുപോലെ ജനങ്ങളെ വിളിക്കലല്ല. അള്ളാഹുവിലേക്ക് വിളിക്കാൻ പടച്ച തമ്പുരാൻ നൽകിയ അനുവാദമുണ്ടല്ലോ, ആ അനുവാദം അനുസരിച്ച് പടച്ച തമ്പുരാൻ പറഞ്ഞതുപോലെ വിളിക്കാം. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിലേക്ക് വിളിക്കുന്നവരാണ് എല്ലാവരും. ഇപ്പൊ ദഅവത്ത് എല്ലാവരുടെയും ഒരു ഹോബിയായി മാറിയിരിക്കുക. നല്ലതാണ്. പക്ഷേ ദഅവത്ത് അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാനാണോ, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നു പോകാനാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദഅവത്ത് ഉപകാരപ്പെടുന്നത് എന്നത് ഒന്ന് ആത്മപരിശോധന നടത്തിയിട്ട് നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചിട്ട് ചോദിക്കണം. അതെന്താ കാരണം എന്നറിയോ? അള്ളാഹു പറഞ്ഞതുപോലെയല്ല ദഅവത്ത് നടക്കുന്നത്. ദഅവത്ത് നടക്കുന്നത് ഓരോ കക്ഷിയും ആ കക്ഷിയിൽ ആളെ കൂട്ടാനാണ്, ഓരോ പാർട്ടിയും പാർട്ടിയിൽ ആളെ കൂട്ടാൻ, ഓരോ സംഘടനയും സംഘടനയിലേക്ക് ആളെ കൂട്ടാൻ. ഇസ്ലാമിൽ എവിടെ അബിയന്മാരെ ഇതുള്ളത്? അള്ളാന്റെ ദീനിലേക്ക് അള്ളാഹുവിലേക്ക് വിളിക്കല്ലേ, പടച്ച തമ്പുരാന്റെ ദീനിലേക്ക് വിളിച്ചാൽ പോരെ? അവിടെ എന്തിന് കക്ഷി പക്ഷം, എന്തിന് സംഘടന, എന്തിന് ആ സംഘടനയിലേക്കുള്ള വിളി? നിങ്ങൾക്കറിയാമായിരിക്കാം, ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി എന്നൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഞാനതുമായി ബന്ധപ്പെട്ട ഒരു എളിയ പ്രവർത്തകനാണ്. ആ സംഘടനയുടെ ഭരണഘടനയിൽ അതിന്റെ ആദർശ ലക്ഷ്യങ്ങളൊക്കെ ഒരാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ബോധ്യപ്പെട്ട ആളെ ആ സംഘടനയിലേക്ക് വിളിക്കണമെന്നല്ല, ഈ ആദർശ ലക്ഷ്യങ്ങളിലേക്ക് വിളിക്കണമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആദർശത്തിലേക്ക്, ഇഖാമത്തുദ്ദീൻ അള്ളാഹുവിന്റെ നിയമസംഹിത സ്ഥാപിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് വിളിക്കണം. സംഘടനയിലേക്ക് വിളിക്കാൻ പാടില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന. എന്തുകൊണ്ട്? ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ കക്ഷിപക്ഷ വടംവലിയൊന്നും ജമാഅത്ത് ഇസ്ലാമിയുടെ ആ ഭരണഘടനയിലില്ല. നമ്മളെ ജീവിതത്തിലല്ലോ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഞാൻ ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വദാഇയൻ ഇലല്ലാഹി, ദഅവത്ത് നടത്തണം, അള്ളാഹുവിലേക്കാണ് ദഅവത്ത് നടത്തേണ്ടത്. ബിഇദ്നിഹി, അള്ളാഹു എങ്ങനെയാണോ അനുവാദം കൊടുത്തത്